കർത്താവിന്റെ വന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം ലണ്ടനിലുള്ളതാകുന്ന പ്രിയപ്പെട്ടവരാകുന്ന ദൈവമക്കളോട് ഒരുമിച്ച് എനിക്കും ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുവാനും കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാനും ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽ സമയം തുടർന്ന് നമ്മള് ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു ബൃഹത്താകുന്ന ഒരു വിഷയത്തിന്റെ ഒരു എക്സ്പോസിഷൻ ഒന്നും ചെയ്യുവാനുള്ള സാവകാശം ഇല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ ലളിതമാകുന്ന നിലയിൽ ഒരു ഡിവോഷണൽ മെസ്സേജ്, ഒരു ധ്യാന സന്ദേശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ധ്യാനിക്കുവാനും ചിന്തിപ്പാനും ഒക്കെ ദൈവം എനിക്കിടയാക്കി. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇന്ന് പകൽ സമയം ഈ ഒരു വിഷയമാണ് തുടർന്ന് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ബേസിക്കലി ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് ആ സന്ദേശം നൽകുമ്പോൾ നിശ്ചയമായിട്ടും അതെനിക്കുള്ള സന്ദേശമാണ്. മാത്രമല്ല എന്നിൽ കൂടെ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആകയാൽ ഒരു 1-2 വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ചില കാര്യങ്ങൾ ആ വേദഭാഗത്ത് നിന്നുകൊണ്ട് സൂചിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനത്തിൽ നിന്നാണ് പ്രധാനമായിട്ട് ആ കുറിവാക്യങ്ങൾ ഞാൻ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 19 മുതൽ 23 വരെയുള്ള അല്ലെങ്കിൽ 22 വരെയുള്ളതാകുന്ന വേദഭാഗവും 4-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 16 വരെയുള്ള വേദഭാഗവും വായിച്ചിട്ട് ആ തിരുവചന ഭാഗത്ത് നിന്നും ഒരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആ 2 വേദഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എബ്രായ ലേഖനകാരൻ എബ്രായ ലേഖനത്തിന്റെ ഒരു സവിശേഷത തന്നെ പ്രധാനമായിട്ട് എക്സ്പോസിഷൻ ആൻഡ് എക്സോട്ടേഷൻ, ആ ഒരു പാറ്റേൺ ആണ് എബ്രായ ലേഖനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി പുതിയ ഉടമ്പടിയുടെ സവിശേഷത എന്താണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ദി ഓൾഡ് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി. ആ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു എക്സ്പോസിഷൻ ആണ് നമ്മൾ വായിക്കുന്നത്. അതായത് എക്സ്പോസിഷൻ എന്ന് ഞാൻ പറയുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളെ പുതിയ നിയമത്തിന്റെ ആ വീക്ഷണത്തിൽ കൂടെ കണ്ടിട്ട് വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ to those recipients of the letter of Hebrews. അതായത് എബ്രായ ലേഖനം ആർക്കെഴുതിയിരിക്കുന്നുവോ അല്ലെങ്കിൽ പ്രാഥമികമായിട്ട്
എഴുതിയവരും ഇന്ന് ഈ ലേഖനം കയ്യിൽ വെച്ചിരിക്കുന്ന നമുക്കും നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് പുതിയ ഉടമ്പടിയുടെ ഒരു വീക്ഷണത്തിൽ പഴയ നിയമത്തെ കാണുകയും. ഞാൻ പെട്ടെന്നൊരു കാര്യം ഒന്ന് പറയട്ടെ. പഴയ നിയമത്തെ നമ്മുടെ വിൻസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് വ്യാഖ്യാനിപ്പാൻ നമുക്ക് ആർക്കും അധികാരമില്ല. പഴയ നിയമം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് യേശു കർത്താവും അവിടുത്തെ അപ്പോസ്തലന്മാരും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പഴയ നിയമ ഉദ്ധരണികളൊക്കെ പുതിയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയും അതിന്റെ വ്യാഖ്യാനം നൽകുകയും ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും പഴയ നിയമം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു മാതൃകയാകട്ടോ. അത് നമ്മൾ മറന്നുപോകരുത്. ഞാൻ അവിടെ അധികം നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പഴയ നിയമത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഇസ്രായേലിനോട് അക്ഷരീകമാകുന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് അക്ഷരീകമായിട്ട് എടുത്തേച്ച് അതുകൊണ്ട് പാട്ടുണ്ടാക്കാനും ആ പാട്ട് പാടാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. അത് അല്പം വ്യക്തമായിട്ടൊന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. പഴയ നിയമം എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യേണ്ടതെന്ന് യേശു കർത്താവ് കാണിച്ചു കൊടുത്തെന്ന് മാത്രമല്ല, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തിരുവഴുത്തുകളെ ഗ്രഹിക്കേണ്ടതിന്, അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അവര് തിരുവഴുത്തുകളെ കേട്ടിട്ടുണ്ട്, അതിന്റെ വ്യാഖ്യാനവും അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് തിരുവഴുത്തുകൾ എങ്ങനെ വിശദീകരിച്ചു എന്നുള്ളത് അവർക്ക് ഗ്രഹിപ്പാനിടയായി. അതുകൊണ്ടാണ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെ കുറിച്ച് എഴുതിയിരുന്നത്. ഇപ്പൊ പഴയ നിയമ തിരുവഴുത്തുകളെല്ലാം തന്നെ വരുവാൻ പോകുന്ന മിശിഹായെ കുറിച്ചും ആ പുതിയ ഉടമ്പടിയുടെ ഒരു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും എഴുതിയേക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കണ്ണാടി വെച്ചുകൊണ്ട് വേണം പഴയ നിയമം നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ കാര്യം, ഈ മുകളിൽ ഉള്ള വേദഭാഗങ്ങളൊക്കെ തന്നെ 8-ാം അധ്യായത്തിലൊക്കെ യെരമ്യാവിന്റെ പ്രവചനത്തിൽ നിന്നും യെഹസ്കിയേലിന്റെ പ്രവചനത്തിൽ നിന്നും ഇനിയും ഞാൻ അവരോട് ചെയ്യുവാൻ പോകുന്ന ഉടമ്പടി ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ആ ഉടമ്പടിയുടെ സവിശേഷതയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന് ഒരു വ്യക്തമാകുന്ന എക്സ്പോസിഷൻ കൊടുത്തു, എക്സ്പോസ് ചെയ്തു. വാട്ട് ഡിഡ് ഇറ്റ് റിയലി മീൻ? എന്താ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? അത് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞിട്ട് ആ എക്സ്പോസിഷൻ പാർട്ട് കഴിഞ്ഞിട്ട് 19-ാമത്തെ
വാക്യം ആരംഭിക്കുന്നത് തന്നെ therefore അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, മുകളിൽ ആ വിശദീകരിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ വെളിച്ചത്തിൽ what should be our attitude, our response to what has been explained. ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളോട് നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കണം, അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, therefore he is the mediator of a new covenant, so that those who are called may receive the promised eternal therefore, brothers, since we have confidence to enter the holy places by the blood of Jesus. അതായത് therefore അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി, it is a new way and it is a way that leads to life. ഒരു പുതിയ വഴിയാണിത്. അത് യേശു ആണ് ആ വഴി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പുതിയ വഴി നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ പ്രിവിലേജ്? ഒന്ന്, നമുക്ക് ജീവനുള്ള പുതുവഴി. ആ പുതുവഴി യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളതെന്ന് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും. നമുക്കൊരു പുതിയ വഴിയാണ്. ആ പുതിയ വഴി നമുക്ക് ലഭിച്ചത് യേശുവിന്റെ ദേഹം എന്ന തിരശീലയിലൂടെ. ആ പുതിയ വഴി, ഒരു പുതിയ വഴി തുറന്നു. അപ്പൊ അങ്ങനെ ആ പുതിയ വഴി നമുക്ക് ലഭിച്ചത് കൊണ്ട് പറയുകയാണ്, therefore let us draw near. അടുത്തു വരിക. draw near to him. നാം മനസ്സിലാക്കണം, ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം. നാം മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഒരു സമയത്ത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് മനം തഴമ്പിച്ച് നമ്മുടെ മനസാക്ഷി ഇരുണ്ട് നമ്മൾ ആ ജീവനിൽ നിന്നും അകന്നവരായിരുന്നു. നമ്മൾ അടുത്ത് വരുന്നവർ അല്ലെങ്കിൽ അടുത്തേക്ക് വരുവാൻ നമുക്ക് കഴിയില്ലായിരുന്നു. കാരണം നാം ദൈവത്തോട്
ശത്രുക്കളായിരുന്നു. നാം ദൈവത്തിങ്കിൽ നിന്ന് അകന്നവരായിരുന്നു. അകന്ന് പോകുവാൻ താല്പര്യപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് യേശുവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വലിയ കരുണയാൽ, യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ അടുത്തു വരുമാറാക്കി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം ദൂരസ്ഥരായിരുന്നു, നമ്മൾ അകന്നവരായിരുന്നു, എന്നാൽ നമ്മളെ അടുത്തു വരുമാറാക്കി, നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അകന്നിരുന്ന നമ്മെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ പൊസിഷൻ, നമ്മുടെ പ്രിവിലേജ്. എന്നാൽ അത് നമ്മുടെ പൊസിഷനും പ്രിവിലേജുമായിരിക്കുമ്പോൾ അത് ദിനം തോറും നമ്മുടെ അനുഭവമാകുവാനുള്ള ഒരു പ്രബോധനമാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഒരു എക്സോട്ടേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പോസിഷന്റെ ശേഷം ഒരു എക്സോട്ടേഷൻ. അത് എബ്രായ ലേഖനത്തിന്റെ ഒരു സവിശേഷത തന്നെ. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നമുക്കറിയാം വാർണിംഗ് പാസേജസ് ഉണ്ട്. വാർണിംഗ് പാസേജസ്, അതായത് മുന്നറിയിപ്പുകൾ നൽകുന്ന പാസേജസ്. വാർണിംഗ് എഗൻസ്റ്റ്, അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്, ഡോണ്ട് ഡ്രിഫ്റ്റ് അവേ, അങ്ങനെയുള്ള വാർണിംഗ് പാസേജസ് കൊടുക്കും. ഈ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അഗെയിൻ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്റ്റേൺ വാർണിംഗ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ എക്സോട്ടേഷൻ, വാർണിംഗ്, എൻകറേജ്മെന്റ്, ഇതെല്ലാം ചേർന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ ഘടകം ആണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം. കാരണം ദൈവവചനത്തിൽ ഉള്ള വാർണിംഗ് പാസേജസ് തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിനായി, അല്ലെങ്കിൽ നമ്മുടെ സാങ്ക്ടിഫിക്കേഷനായി ദൈവം വച്ചിരിക്കുന്നതാണ്. അവിടെയാണ് ഈ വാർണിംഗ് പാസേജസിന്റെ പ്രസക്തി. ലേഖനങ്ങളിലെല്ലാം നമ്മൾ ഈ വാർണിംഗ് പാസേജസ് കാണുന്നു, മുന്നറിയിപ്പിന്റെ വാക്കുകൾ. എന്തിനാ? നിങ്ങൾ അവരെ പോലെ ആകരുത്, ഇന്നതുപോലെ ജീവിക്കരുത്, ഇന്നതുപോലെ നടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്റ്റേണായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ഇതെല്ലാം തന്നെ God, the Holy Spirit, uses these passages for our sanctification. അതായത് നമ്മുടെ
വിശുദ്ധീകരണത്തിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാർണിങ്സ് എല്ലാം ഉപയോഗിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ പെട്ടെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, although we are made or we have been drawn close to God positionally, നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമ്മളെ അകന്നിരുന്ന നമ്മളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതേ സമയം തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നത് let us draw near. ഇത് പുതിയ നിയമത്തില് മറ്റു പല കാര്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരേ സമയം ദൈവവചനം നമ്മളോട് പറയുകയാണ്. എന്തിനേറെ കൊരിന്തിലുള്ള ദൈവമക്കളെ പോലും ആ ആരംഭ അധ്യായത്തിൽ വിളിക്കുന്നത് വിശുദ്ധന്മാരെന്ന്. അപ്പോൾ അവരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് അതേ ലേഖനത്തിൽ, കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനത്തിൽ അവരോട് പറയുക. 1-ാമത്തെ ലേഖനത്തിലുമുണ്ട്, 2-ാമത്തെ ലേഖനത്തിൽ പ്രത്യേകിച്ച് 7-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ആ അകത്തും പുറത്തുമുള്ള, അല്ലെങ്കിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ആ 2 തലത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ദേഹത്തിലും, അല്ലെങ്കിൽ ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. അപ്പോൾ ദൈവഭയത്തിൽ വിശുദ്ധന്മാരെന്ന് വിളിച്ചിട്ട് അവരോട് പറയുക വിശുദ്ധിയെ തികച്ചോളം പറയും. അതുപോലെ തന്നെ നാം അകന്നിരുന്നവരായിരുന്നു, എന്നാൽ ദൈവം നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും പറയുകയാണ് let us draw near. ഇതേ വേദഭാഗം അല്ലെങ്കിൽ ഇതേ ചിന്തയാണ് 4-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള 4:16 കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ again draw near, അടുത്തേക്ക് വാ. എബ്രായ ലേഖനത്തിലും അതിനെ നമ്മൾ വായിക്കും, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, draw near. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ ദൈവവചനം നൽകുന്നത്? പൊസിഷനലി നമ്മൾ അടുത്തിരിക്കുന്നവരാണ്, പക്ഷേ പ്രായോഗികമായി, പ്രാക്ടിക്കലി ദൈവത്തോട് അടുത്തിരിക്കുവാൻ ഈ പഴയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ്, ചില നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ക്രിസ്തു ഭക്തനാണ് ബ്രദർ ലോറൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബ്രദർ ലോറൻസ്. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ
വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കൂടെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഈ ഒരു ബുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ മനുഷ്യൻ താന് ഒരു കുശിനിക്കാരനായിരുന്നു, ഒരു കുക്കായി. അതായിരുന്നു തന്റെ ജോലി. അപ്പൊ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. അദ്ദേഹം ഡിഷസ് കഴുകാനായിട്ട് എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ: ഞാൻ ആ ഡിഷസ്, ആ പാത്രങ്ങള്, ആ ഡർട്ടി ഡിഷസ് ഞാൻ വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ അത് തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ശബ്ദം കേൾക്കുമ്പോൾ I remember the melodious songs of heaven. ഞാൻ ഈ പറയുന്ന വാക്കുകള് നമ്മളൊന്ന് ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഡെയിലി വർക്ക് താൻ ചെയ്യുമ്പോൾ, അത് ചെയ്യുമ്പോൾ എന്തിനേറെ പാത്രങ്ങൾ കൂട്ടിയിടിക്കുന്നത് കേൾക്കുമ്പോൾ this man of God is reminded of the music in heaven. നോക്കുക, എത്ര ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ചില മിനിറ്റുകൾ ആ പണി നിർത്തി വെച്ചേച്ച് he will simply fall prostrate on the kitchen floor and praise God for some time. അല്പസമയം കവിണ് വീണിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ നിയർനെസ് ആ ഭക്തൻ അനുഭവിച്ചിരുന്നു. ആ ഒരു നിയർനെസ്സിനെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു നിയർനെസ് നമുക്കുണ്ടാകണമെങ്കിൽ എന്താണ് ആവശ്യം? അത് വളരെ ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ പല സന്ദർഭങ്ങളിലും ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയാത്തത് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. എന്നാൽ സാധാരണഗതിയിൽ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയാത്തത് അതിന്റെ പ്രശ്നം നമ്മുടേത് തന്നെയാണ്. നമ്മുടെ പ്രശ്നമാണ്. ദൈവിക സാന്നിധ്യം നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയാതിരിക്കുന്നു. എനിവേ, ഞാൻ ഇല്ലുസ്ട്രേഷനിലോട്ടൊന്നും പോകുന്നില്ല. പെട്ടെന്ന് ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ പ്രായോഗികമാകുന്ന ദൈവിക സാന്നിധ്യബോധം അത് ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ഒരു ഭക്തൻ അനുഭവിപ്പാനായിട്ട് കഴിയും. അത് ആണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റോമാലേഖനത്തിൽ 11 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ വലിയ ദയയെക്കുറിച്ചും ദൈവത്തിന്റെ വലിയ പ്രീതി വാത്സല്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു വന്നിട്ട്
സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ കാട്ടൊലിവിന്റെ ഒരു ശാഖയെടുത്ത് ഒട്ടിച്ചു ചേർത്തെന്നും കോപപാത്രങ്ങളായിരുന്നവയെ ദീർഘക്ഷമയോടെ സഹിച്ചെന്നും ഒക്കെ പറഞ്ഞേച്ച് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്നൊക്കെ പറഞ്ഞിട്ട് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാ: Therefore, brethren, അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി നിങ്ങൾ തീരേണ്ടതിന് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരാകുവീൻ. ബുദ്ധിയുള്ള ആരാധന, അതാണ് റീസണബിൾ വർഷിപ്പ്. റീസണബിൾ വർഷിപ്പ്. നോക്കിയേ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിപ്പി. ദൈവത്തിന്റെ കരുണയെ ഓർക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ദൈവത്തിന് എന്നെ കൊടുക്കുകയാണ്. നമ്മുടെ തിയോളജി അനുസരിച്ച് ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു കുറുക്കു വഴിയാണ്. അതാ പലരുടെയും ആരാധന. അതുകൊണ്ടല്ലേ ആരാധിച്ചാൽ അത് കിട്ടും, ആരാധിച്ചാൽ ഇത് കിട്ടും, ആരാധിച്ചില്ല കിട്ടില്ല. അപ്പൊ ആരാധിക്കുന്നത് എന്തിനാണ്? ഇതിനു വേണ്ടിയിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ല പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മോട് കാണിച്ച കരുണയോർത്താൽ, ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവോർത്താൽ, നമ്മെയും നമുക്കുള്ളതിനെയും സമ്പൂർണമായി സമർപ്പിക്കുക എന്നതൊഴികെ മറ്റൊരു കാര്യം ഇല്ലവേ ഇല്ല. കാരണം അത്ര വലിയ കരുണയാണ് ദൈവം നമ്മോട് ചെയ്തത്. അത്ര വലിയ ദയയാണ്, അത്ര വലിയ പ്രീതി വാത്സല്യമാണ് ദൈവം നമ്മോട് കാട്ടിയത്. അപ്പോൾ അതേ കാര്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. സി, നാം ദൈവത്തിന്റെ അടുത്തേക്ക് വരിക, എക്സ്പീരിയൻസ് ഹിം ഡെയിലി, ഓൾവേസ്. അങ്ങനെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? അവിടെ നമ്മൾ ആ മനോഹരമാകുന്ന ഒരു ചിത്രം അവിടെ വരച്ചിട്ടിരിക്കുന്നത് നമ്മളൊന്ന് കാണും. അതെല്ലാം ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം തന്നെ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു തിരശീലയുണ്ട്. ആ തിരശീലയ്ക്ക് അപ്പുറത്താണ് അതിപരിശുദ്ധ സ്ഥലം. പഴയ നിയമത്തിന്റെ ഒരു പിക്ചർ അവിടെ നമ്മൾ കാണും. പഴയ നിയമ ദൈവാലയം. ആ പഴയ നിയമ ദൈവാലയത്തിൽ തിരശീലയ്ക്ക് അപ്പുറത്ത് അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ആ അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ ആ വളരെ സവിശേഷമാകുന്ന ദൈവിക സാന്നിധ്യമുള്ളത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അവിടുത്തെ ആ പ്രത്യേക സാഹചര്യത്തിൽ ആർക്കും എല്ലായ്പ്പോഴും അങ്ങോട്ടൊന്നും കയറി ചെല്ലാൻ പറ്റുകയല്ല. ആ ഓൾഡ് കവനന്റിൽ ഇപ്പൊ ആരെങ്കിലും ചിന്തിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കയറിയേക്കാം, അങ്ങനെ പറ്റുകയില്ല. അത് അസാധ്യം. നമുക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം. ഇനി
അവിടെ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ അങ്ങോട്ട് പ്രവേശിക്കും. അപ്പൊ പ്രവേശിക്കുന്നതിന് അതിന് വളരെ വ്യക്തമായ, വളരെ കൃത്യമാകുന്ന നിബന്ധനകളുണ്ട്. എങ്ങനെയാ പ്രവേശിക്കേണ്ടത്? അവര് പ്രവേശിക്കുമ്പോൾ അവര് ആ സെറിമോണിയൽ വാഷിംഗ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഏകദേശം അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പറയുകയാണ് അതുപോലെ. പക്ഷെങ്കിൽ പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുകയുള്ളായിരുന്നു. അതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പഴയ ഉടമ്പടിയിൽ അങ്ങനെ. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അങ്ങനല്ല. ധൈര്യത്തോടെ നമുക്കെല്ലാം അങ്ങോട്ട് ചെല്ലാം. എല്ലാവർക്കും ഫ്രീ ആക്സസ് അവിടെ തന്നേക്കുക. അങ്ങനെ ചെല്ലാനുള്ള ആ പ്രിവിലേജ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് let us draw near, let us experience him, let us taste and see that the Lord is good, truly and indeed. ശരിയായിട്ട് ദൈവം നല്ലവനാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ ആ ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, നാം ശരീരത്താൽ, അതായത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ഒരു സിൻസിയർ ഹാർട്ട്. ദൈവ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? സിൻസിയർ ഹാർട്ട്. വലിയ ടാലന്റ് അല്ല, വലിയ കഴിവല്ല, വലിയ പ്രസംഗ പാഠവുമല്ല, അതൊന്നുമല്ല. ട്രൂ ആൻഡ് സിൻസിയർ ഹാർട്ട്. ആ ട്രൂ ആൻഡ് സിൻസിയർ ഹാർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? അതിന്റെ മോളിൽ പറഞ്ഞിട്ടുണ്ട്, ദുർമനസാക്ഷി നീങ്ങുമാർ. ഈവിൾ കോൺഷ്യൻസിന്റെ പേർജിങ്, ക്ലൻസിങ് അവിടെ ഉണ്ടാകണം. നല്ല ശുദ്ധമായ ഒരു മനസാക്ഷി നമുക്കുണ്ടാകണം. അതാ ഏറ്റവും ആവശ്യം. അതുണ്ടെങ്കിൽ നമുക്ക് ദൈവിക സാന്നിധ്യത്തെ എപ്പോഴും ജീവിക്കാം. We can experience him always, every moment of life. ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാം. എന്താ നമുക്ക് വേണ്ടത്? ഒരു cleansed and purged conscience. നമ്മൾ അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പഴയ ഉടമ്പടിയിൽ അവിടുത്തെ വലിയ ഒരു പ്രശ്നം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്ര, അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോന്നിരുന്നു. ഓൾഡ് കവനന്റിൽ അവിടെ എന്തായിരുന്നു? മനസാക്ഷിയെ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്തതായിരുന്നു അവിടുത്തെ യാഗമൊക്കെ. കാരണം മൃഗങ്ങളുടെ യാഗമായിരുന്നു അവിടെ നടന്നത്. എന്നാൽ ന്യൂ കവനന്റിലേക്ക് വന്നപ്പോ എന്താ സംഭവിച്ചത്? ന്യൂ കവനന്റിൽ 14-ാമത്തെ
വാക്യം, അതിന്റെ 9:14, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ എന്താണ് നമുക്ക് ആവശ്യം? എ ക്ലെൻസ്ഡ് കോൺഷ്യൻസ്. അത്യാവശ്യം അതാ. നമ്മളാരും ചിന്തിക്കരുത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ദിവസം ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചു. അങ്ങനല്ല, അതല്ല. നോക്കണം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ. സോ ട്രൂ വർഷിപ്പ് ഈസ് ട്രൂലി it comes from inside. അകത്തൂന്ന് വരുന്നതാണ്. അകത്തൂന്ന് അതുണ്ടാകണമെങ്കിൽ I need to have a clear conscience. അതാണ് ഇമ്പോർട്ടന്റ്. ആ ക്ലിയർ കോൺഷ്യൻസിനോടുകൂടെ മാത്രമേ എനിക്ക് എല്ലായ്പ്പോഴും ദൈവവുമായിട്ടുള്ള ആ ഭേദ്യമാകുന്ന ബന്ധം അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഈ കോൺഷ്യൻസ് ക്ലീൻ ആക്കി ഇരിക്കേണ്ടതിന്റെ ആവശ്യകത. അപ്പം പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ അടുത്തു വരണമെങ്കിൽ എനിക്ക് ആവശ്യം എന്റെ മനസാക്ഷി ശുദ്ധമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? അതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ആ ആവശ്യകതയെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മൾ 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കും. ഒന്ന്, ഈ മനസാക്ഷി എന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മള് തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ, 1-ാമത്തെ അധ്യായം തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എല്ലാം വായിക്കുന്നില്ല, അവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, മകനെ, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പൊ തിമോത്തിയോസിനോട് പറയുക, ഒരു നല്ല മനസാക്ഷിയോട് വേണം നീ യുദ്ധസേവ ചെയ്യാൻ. നല്ല മനസാക്ഷി വേണം. ഇനിയും ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പൊ തിമോത്തിയോസിനോട് പറയുക, ഞാൻ നിന്നോട് ഈ പറയുന്നതിന് കാര്യം കുഞ്ഞെ നീ കേട്ടോണം. നിന്നോട് ഞാൻ ഈ ആജ്ഞാപിക്കുന്നതിന്റെ കാരണം ഒരു ശുദ്ധ ഹൃദയം, ഒരു നല്ല മനസാക്ഷി ഒക്കെ നിനക്കുണ്ടാകണം.
എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഇത് അതുണ്ടായില്ലേ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, അതിനൊരു ഇല്ലസ്ട്രേഷൻ കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചേ, ഇല്ലസ്ട്രേഷൻ, ഒരു വലിയ വാണി. 19-ാം വാക്യം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഒന്ന് ശ്രദ്ധിച്ചേ. So how important is a good and clear conscience in the presence of the Lord, and how important it is to experience God every day. How important it is. ചിലർ എന്ത് ചെയ്തു? അവര് നല്ല മനസാക്ഷി അങ്ങ് തള്ളിക്കളഞ്ഞു. തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ? തള്ളിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് ഒരു it is an intentional turning from the truth to error. Intentionally എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം, I know in my heart ഇത് wrong ആണെന്ന് എനിക്കറിയാം, but I still go ahead and do it. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ പേര് തള്ളിക്കളയുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാ എനിക്കറിയാം, I know it is wrong. I know it is wrong to think about that brother in that way. ആ നിലയിൽ ആ സഹോദരനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് അത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. But because of some bitterness in my heart, I still go ahead and brood over those bitter thoughts against a brother or a sister. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയാം, I know very very well അത് തെറ്റാന്ന് എനിക്കറിയാം. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, anything you can relate to, but I still go ahead. അതിന്റെ പേരാണ് തള്ളിക്കളയുക എന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇന്റൻഷനലി ഞാൻ അങ്ങനെ തള്ളുകയും. കാരണം എന്റെ കൺവീനിയൻസ് ആണ് എനിക്ക് താല്പര്യം, എന്റെ താൽക്കാലിക ലാഭമാണ് എനിക്കിപ്പോ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു കള്ളം പറഞ്ഞാൽ എനിക്ക് 1000 പൗണ്ട് കിട്ടും. പിന്നെ സമായോഗത്തിന് പോയിട്ട് 100 പൗണ്ട് ദശാംശം കൊടുക്കാം, പിന്നെ അതങ്ങ് ഏറ്റവും പറഞ്ഞ് അങ്ങ് ക്ലൻസ് ആയേക്കാം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഇന്റൻഷനലി ഞാൻ തള്ളിക്കളയുക. I reject. I know it is wrong, but I still go ahead and do it. അതിന്റെ പേരാണ് നല്ല മനസാക്ഷി തള്ളിക്കളയുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഇപ്പം നമുക്ക് പല ലാഭവും കിട്ടും, പക്ഷേ that is so painful afterwards. ആത്മീയമായിട്ട് അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടു. ആത്മീയമായിട്ട് മാത്രമല്ല, ആ ഗിൽറ്റ്, ആ ബർഡൻ, അത് ഭയങ്കര എന്ന് കണ്ട് നമ്മളിപ്പോ ചിന്തിക്കും, നമുക്കത് വന്നു പോയെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് സോ ഇമ്പോർട്ടന്റ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സോ ഹൗ ഡു, എന്തുകൊണ്ട് എനിക്ക് ആ കർത്താവുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധത്തിൽ, ആ ഒരു പ്രസൻസ് ഓഫ് ഗോഡിൽ,
ആ പാപത്തോടുള്ള ആ സെൻസിറ്റിവിറ്റി അത് വളരെ ഇന്റൻസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. The more we draw near to God, the more we will fear sin. നാം എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം നമ്മൾ ഭയപ്പെടും. We will fear. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ എന്നെ തന്നെ പരിശോധിക്കാറുണ്ട്. Whenever, എപ്പോഴൊക്കെ ഞാൻ എന്റെ മനസാക്ഷിയുടെ വാണിങ്ങിന് അപ്പുറം കടന്നു പോയിട്ടുണ്ടോ ആ സമയമെല്ലാം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പിൽ ഞാൻ ബാക്ക്വേർഡ് ആയിരുന്ന സമയങ്ങളാണ്. എനിക്ക് നിങ്ങൾക്കും ഒക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? നിശ്ചയമായിട്ടും. എന്നാ ദൈവത്തിന് ഇവിടെ പറയുകയാണ്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. പക്ഷെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോ അവർ ഓർത്തില്ല ഇത് വലിയ വിഷയമാകുമെന്ന് ഓർത്തില്ല. പക്ഷേ എന്തോ പറ്റി? വിശ്വാസക്കപ്പൽ തകർന്നു പോയത് എന്ന് പറഞ്ഞ ഒരു വലിയ ഷിപ്പിൽ, ഒരു വലിയ വെസലില് ഒരു കൊച്ചു ഒരു ചെറിയ ഒരു ചെറിയ ഗ്യാപ്പ് വന്നാൽ, ഒരു സുഷിരം വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെന്ന് ക്യാപ്റ്റനോട് പറയും, ക്യാപ്റ്റൻ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഏതായാലും ക്യാപ്റ്റൻ പറയുമ്പോ, ഓ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, സിംപ്ലി ഇഗ്നോർ ഇറ്റ്, അതൊരു ചെറിയ വിഷയം, ഇഗ്നോർ ഇറ്റ്. നോ പറയില്ല. പിന്നെ എന്ത് ചെയ്യും? അതിന് വേണ്ട വെൽഡേഴ്സോ വാട്ടെവർ ആ വെസൽ ആ സമുദ്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു ക്യാപ്റ്റൻ അറിയാം ഇത് if we suffer that long enough it can sink a ship. അതാണ് നല്ല മനസാക്ഷി. അപ്പോൾ പറയുന്ന ആ ഇല്ലസ്ട്രേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ ഇല്ലസ്ട്രേഷൻ മാത്രം ചിന്തിച്ചാൽ കാര്യം പിടികിട്ടും. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. എന്നിട്ട് പറയാ, ഹിമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാണ്. ഈ രണ്ട് പേരുകൾ, ഇത് കോമൺ പേരാണ്. അവര് തന്നെയാണോ എന്നറിയത്തില്ല. എന്നാൽ രണ്ടാമത്തെ തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ ഈ രണ്ട് പേരുകളെയും കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ട് പേര്, അതായത് ഒന്നാമത്തെ ലേഖനത്തിൽ ഈ വിശ്വാസക്കപ്പൽ തകർന്നു പോയ ഹിമനയോസും അലക്സാണ്ടറും അവരുടെ പ്രശ്നം, അവര് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതായിരുന്നു അവരുടെ പ്രശ്നം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ എന്തു പറ്റി? ഇവര് തന്നെയാണ് ഈ പേരുകാർ. കാരണം ഈ പേരൊക്കെ കോമൺ നെയിംസ് ആണ് 1-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ട് നമുക്ക് അറിയില്ല, വി ഡോണ്ട് നോ ഫോർ ഷുവർ. പക്ഷെങ്കിൽ ഇവരിൽ ചിലരെന്തോ ചെയ്തെന്ന് അറിയാം. അതിന്റെ 2:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2 തിമോഥെയോസ് 2:18. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. നോക്കി, എവിടെയാ തുടങ്ങിയത്? നല്ല മനസാക്ഷി, സ്മോൾ ഇഗ്നോറിങ്, നല്ല മനസാക്ഷി തള്ളി. എന്നാ അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പറയുന്ന പോലെ, നീ നല്ല മനസാക്ഷി തള്ളിക്കളയല്ലോ കേട്ടോ. You don't take it. You be careful about this. നീ അതിനെ കുറച്ച് കാണല്ലോ കേട്ടോ. നീ നല്ല മനസാക്ഷി തള്ളിക്കളയരുത്. ഇത് ഞാൻ നിന്നോട് പറയുന്നത് തന്നെ, നിനക്ക് നല്ല ഒരു മനസാക്ഷി, വിശ്വാസവും നിർവ്യാജമാകുന്ന സ്നേഹവും ആ ഭക്തിയൊക്കെ നിന്നിൽ ഉണ്ടാകണം. ഭക്തി വിരുദ്ധമായതിനെയൊക്കെ നീ ഒഴിക്കണം. കാരണം ദൈവഭക്തി ഇപ്പോഴത്തെ ജീവനും വരുവാനുള്ളതിനും പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ദൈവഭക്തിയിൽ നീ നിന്നെ തന്നെ അഭ്യാസം ചെയ്യണം. എന്നിട്ട് ആ വാണിംഗ് ആയിട്ട് പറയുക, കണ്ടോ ഇന്നവരെയൊക്കെ നീ കണ്ടോ, അവര് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസ കപ്പൽ തന്നെ തകർന്നു. ഇപ്പൊ എവിടെ വരെ എത്തി? പുനരുത്ഥാനമൊക്കെ നടന്നെന്ന് ഇങ്ങനെയുള്ള പലരെ നമ്മൾ കാണാറുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വാച്ച് ചെയ്യുന്ന
പലരും ഇന്ന് പറയുന്നതും പണ്ട് പറഞ്ഞതും തമ്മിൽ നോക്കിയാൽ അയ്യോ, ഇതെല്ലാം തുടങ്ങുന്നത് എവിടാന്നറിയാം? ഇവിടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവജനം എന്നാ പറയുന്നത്? ഡ്രോ നിയർ വിത്ത് എ ഗുഡ് കോൺഷ്യൻസ്. അങ്ങനെ ഡ്രോ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് എന്താ? എനിക്കറിയാം. 5 more minutes അല്ലേ ബ്രദർ? 5 more minutes. ഓക്കെ. അങ്ങനെ ഡ്രോ ചെയ്താൽ, അങ്ങനെ അടുത്ത് വന്നാൽ എന്തോ കിട്ടും. എന്നാ ബ്ലെസ്സിങ്? ഭയങ്കര ബ്ലെസ്സിങ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പോസിറ്റീവ് നോട്ടിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ ആ 4-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എബ്രായ ലേഖനം 4-ാം അധ്യായം. ആ 4-ാമത്തെ അധ്യായത്തിൽ ആ പറഞ്ഞു വരുന്നത്, അതിന്റെ 12 മുതലുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. എന്നാ പറയുന്നേ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നത് വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. God's holy word, what does it do? ഇതാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയപ്പെടാത്തതാരാ? ആരാ ഭയപ്പെടാത്തത്? അവരോട് പറയുക, ദൈവത്തിന്റെ വചനം എന്താണെന്നറിയാമോ? ജീവനും ചൈതന്യവും ഉള്ളതാ, ഇരുവായ്ത്തല വാളിനേക്കാളും മൂർച്ചയേറിയ, അത് അങ്ങോട്ട് ചെല്ലും. ഇറ്റ് ഈസ് സോ പിയേഴ്സിങ്. എന്നിട്ട് പറയുക, ആ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. God knows me just as I am. He knows my failures. He knows my sins. He knows everything about me. Nothing is hidden before. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ അടുത്തോട്ട് എങ്ങനെ എനിക്ക് വരാൻ പറ്റും? എന്റെ ചിന്ത ഇത് ഞാൻ ഓർത്താൽ, if God sees me just as I am, even the intention behind a thought, ഞാൻ ഒരു ചിന്തയുടെ പുറകിലുള്ള ചിന്ത എന്താണെന്ന് ദൈവത്തിന് അറിയാം. ആ ദൈവവുമായിട്ടാണ് എനിക്ക് കാര്യമെങ്കിൽ എങ്ങനെ ഈ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ അടുത്തിരുന്നു? എന്നാൽ അടുത്ത വാക്ക്, എന്നാൽ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതന്റെ ഒരു ശ്രേഷ്ഠതയല്ല, ആ മഹാപുരോഹിതൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. And he knows you just as you are and still loves you. നമ്മെ നമ്മളായിരിക്കുന്നത് പോലെ അറിയുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ലോകത്തിൽ ആരുമില്ല. ആരും അങ്ങനെ സ്നേഹിക്കില്ല, ആരും അങ്ങനെ നമ്മെ കരുതുകയില്ല. എന്നാൽ എന്നെയും നിങ്ങളെയും നമ്മളായിരിക്കുന്നത് പോലെ അറിയുകയും, കാരണം അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടി സകലവും അവന്റെ കണ്ണിന് മുമ്പാകെ നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാണ് എനിക്ക് നിങ്ങൾക്കും കാര്യമുള്ളത്. എന്നാൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ആ മഹാപുരോഹിതനാണ് നമുക്ക് അവിടെ ഉള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. I draw near to him. Why? Lord, I need your mercy. ഒന്ന്, എനിക്ക് നിന്റെ കരുണ വേണം. കരുണ എന്തിനാ? കരുണ എന്ന് പറഞ്ഞാൽ തന്നെ
കരുണ എന്ന് പറഞ്ഞാൽ ഞാൻ അർഹിക്കുന്നത് എനിക്ക് തരാതിരിക്കുന്നതാ ദൈവത്തിന്റെ കരുണ, അല്ലേ? അതാ കരുണ. മേഴ്സി, മേഴ്സി ഫോർ ദ സിൻസ് ഓഫ് യെസ്റ്റർഡേ. അപ്പോ ഒന്നാമത്തെ ബ്ലെസ്സിങ് മേഴ്സി. ഞാൻ അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് മേഴ്സി കിട്ടും, കരുണ കിട്ടും. കാരണം എനിക്ക് യേശുവിന്റെ ആ മഹാപൗരോഹിത്യ ശുശ്രൂഷ എനിക്കുണ്ട്. ഒന്ന്, എനിക്ക് കരുണ കിട്ടും. രണ്ട്, ഇപ്പോഴത്തെ നീടിന് കൃപ കിട്ടും. കൃപ കിട്ടും. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ജോൺ ന്യൂട്ടൻ പാടിയത്, "To us grace that taught my heart to fear, and grace my fears relieved." എന്താ ചെയ്തത്? കൃപയാ എന്റെ ഹൃദയത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചത്. അതേസമയം it was grace that removed my fears. How precious did that grace appear the hour I first believed. അതുകൊണ്ട് തൽസമയത്ത് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമാകുന്ന കൃപയ്ക്ക്, ഏത് കൃപയാ എനിക്ക് ആവശ്യം? To say no to ungodliness and worldly passions. ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ I need grace. ചില കാര്യങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് കൃപ വേണം. If I draw near, ഞാൻ അടുത്ത് വരുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് ഇതാണ്, കരുണ, കൃപ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം ഇതാകട്ടെ. Let us all taste and see that the Lord is good. May God bless you. Thank you for listening to me very patiently.